ഓർക്കുന്നില്ലേ? ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് മനസ്സിൽ കരുതിയിട്ട് മറ്റൊരു പെണ്ണിനെ ചതിക്കാൻ പറ്റില്ല. അന്ന് അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാം. വിൽസൺ വിൽസൺ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. അന്നത്തെ പത്രവാർത്തകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കും. അയാൾക്ക് എന്നെ സംശയം. ഇനി വിൽസൺ എന്നെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ പരിശുദ്ധയാണെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് തെളിയിക്കണമെന്ന്. നാളെ വിശ്വനുമായുള്ള എന്റെ കല്യാണം നടക്കരുത്. എന്നെ രക്ഷിക്കണം. നീ എന്തിനാ ഇതൊക്കെ കേട്ട് ബേജാറാവുന്നു? അവളവനെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്താ വെച്ച് ചെയ്തോട്ടെ. അങ്ങനെയൊന്നും പറയരുത്. വാസോട്ടനും ഉണ്ണിയൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം. എനിക്ക് വിൽസനെ ഒന്ന് കാണണം. ഈരാളി ബാലനോ? എന്താ ഇവിടെ? ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇനി സിറ്റിയിൽ തിരയാത്ത ഹോട്ടലുകളില്ല. ഇന്നലെ തുടങ്ങിയ അന്വേഷണമാ. എന്താ വിശേഷിച്ച്? എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മീനാക്ഷി പറഞ്ഞു. ഓഹോ, അപ്പൊ അതും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി നിരപരാധിത്വം തെളിയിക്കണം. ഇയാളെന്താ നിൽക്കുന്നത്? വായിരിക്കും. ഇരിക്കാനൊന്നും സമയമില്ല. മുഹൂർത്തത്തിന് ഇനി അധികം നേരമില്ല. മീനാക്ഷിയെ രക്ഷിക്കണം. തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര നിർബന്ധം? ഓ, ഞാനതങ്ങ് മറന്നു. കുറെ കാലം കൂടെ പൊറപ്പിച്ചല്ലേ. വെറും ഒരു ഡ്രൈവറായ നീ ഇതെങ്ങനെ വളച്ചൊപ്പിച്ചു? മീനാക്ഷി ഓർത്തിട്ടാ ഞാനൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ സിൻസിയറിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് എന്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. 2-3 മണിക്കൂർ ഒരാൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി നിന്നോടത്ത് നിന്റെ വീട്ടിൽ അവൾ കയറിയിട്ട് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കണം അല്ലേ? പ്രാർത്ഥിക്കായിരുന്നില്ല, പറയിപ്പിക്കായിരുന്നു. ആ പെണ്ണിന്റെ കഥ. ഞാൻ എന്റെ അനിയന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസ് മീനാക്ഷി സമ്മതിച്ചപ്പോ ഞാനും അവളെ തെറ്റിദ്ധരിച്ചു. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നെ കരുവാക്കി വിശ്വനുമായിട്ടുള്ള കല്യാണം മുടക്കാൻ. താൻ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? മീനാക്ഷിയോട് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ ആലോചിക്കാൻ വരുന്നില്ലേ ഈ കല്യാണം? വൈകിട്ടില്ല, ഇനിയുണ്ട് ടൈം. 100 വട്ടം സമ്മതം. ഈ ജന്മം മുഴുവൻ കൊടുക്കേണ്ട സ്നേഹം മനസ്സിൽ കരുതി വെച്ചതാ. ഇനി ജീവനുള്ള കാലം വരെയും അതുണ്ടാവുകയും ചെയ്യും. പക്ഷെ എന്നെയല്ല മീനാക്ഷി സ്നേഹിക്കുന്നതെന്ന് വൈകിയാ ഞാൻ അറിഞ്ഞത്. വീട്ടുകാരെ വെറുപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അവമാനം സഹിച്ച് അവൾ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങളോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാ, അറിയോ? ഈരാളി ഭാരം കള്ളം പറയല്ല. നിങ്ങളുടെ കാല് പിടിച്ച് പറയാണെന്ന് കരുതിയാ മതി. മീനാക്ഷി എല്ലാ പരിശുദ്ധിയോടും കൂടിയ പെണ്ണ. പിന്നെന്തുകൊണ്ട് ഡോക്ടറെ കാണാൻ അവൾ സമ്മതിച്ചില്ല? ഈ ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതും കെട്ടാൻ പോകുന്ന പുരുഷൻ. ഇതിൽ കൂടുതൽ വിശ്വസിപ്പിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളില്ല. ഇനി ഇഷ്ടം പോലെ ചെയ്യാം. കുറെ മോഹിപ്പിച്ചതല്ലേ, കെട്ടിക്കൊള്ളാമെന്ന് വാക്കും കൊടുത്തതല്ലേ. അറവുകാരന് കൊടുക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കുക. രക്ഷിക്കണം. അപൂർവ. നായികയുടെ മനസ്സിലെ വില്ലൻ നായകനാകുന്ന മുഹൂർത്തം. എന്താ പോലീസിനെ കണ്ടപ്പോ നായകന്റെ മുഖം മാറിയത്? എന്താ സാർ, ഓഡിറ്റോറിയത്തിൽ വല്ല കള്ളന്മാരും കയറി പറ്റിയോ? കയറി പറ്റിയിട്ടുണ്ട്. അതാരാണെന്നറിഞ്ഞ് പിടികൂടാനാ ഇവിടെ വന്നത്. സാധാരണ എല്ലാം അവസാനിച്ചിട്ടേ പോലീസ് എത്താറുള്ളൂ. ഇതൊരല്പം നേരത്തെ ആയി പോയി എന്ന് മാത്രം. എക്സ്ക്യൂസ് മീ, ഐ ആം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, മീനാക്ഷിയുടെ ലീഗൽ അഡ്വൈസർ. മാഡം, ഇതാണ് മീനാക്ഷിയുടെ ഡാഡി മാധവൻ തമ്പി. ഇത് മീനാക്ഷി. Introducing myself, I am Janagi.
സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഞങ്ങൾക്ക് മീനാക്ഷിയുടെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മുഖേന ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫോഴ്സ് മാരേജ്. ഈ കുട്ടിയുടെ ഇഷ്ടപ്രകാരം അല്ല ഈ കല്യാണം നടക്കുന്നതെന്ന്. സമ്മർദ്ദം ചെലുത്തി ഈ കല്യാണം നടത്താൻ നോക്കിയ കുറ്റത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. ആർക്ക് താല്പര്യമില്ലാതെ ആര് കല്യാണം നടത്തി? ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ, ഈ കുട്ടി പറയട്ടെ. ഇത് ചതിയാ, ചതി. മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിത്തേക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയായത്. മാഡം, നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം ഞങ്ങളുടേത്. എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അന്നേ പിന്മാറിയാനെ. അന്ന് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് മീനാക്ഷി നിങ്ങളോട് ആവശ്യപ്പെട്ടതല്ലേ? പറയണം. നിങ്ങളതൊരു വാശിയായി കരുതിയായിരുന്നില്ലേ? നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് പുലമ്പുന്നത്? വാശിയും വൈരാഗ്യം തീർക്കാൻ ഒരു അച്ഛൻ മകളെ കെട്ടിച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ? മാഡം, ഇതിൽ തന്നെ ഇതെല്ലാം പച്ചക്കള്ളാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടെത്തിയ വരന്റെ സൽസ്വഭാവം ഞാൻ പറയണോ? ഈ മീനാക്ഷിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതും സ്റ്റെയർകേസിൽ തള്ളിയിട്ട് ആശുപത്രിയിലാക്കിയതും ഇയാളല്ലെന്ന് പറയട്ടെ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? അല്ല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? താങ്ക്സ്. ഇതൊക്കെ നുണയാണ്. തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഈ കുറ്റം എന്റെ മേൽ വന്നപ്പോ, മീനാക്ഷിയെ ഞാൻ ബലാത്സംഗം ചെയ്തു എന്നറിഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറിയില്ല? എന്തുകൊണ്ട് വീണ്ടും വിവാഹത്തിന് തയ്യാറായി? അതല്ല നുണയാണെന്ന് അറിയാവുന്നതുകൊണ്ട്. അതിന്റെ അർത്ഥം സത്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്നല്ലേ? തമ്പി, ഞങ്ങളിവിടെ വിസ്തരിച്ച് അപമാനിക്കാനാണോ പ്ലാൻ? അദ്ദേഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല. മകളെ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ മാനം രക്ഷിക്കാനായി നിങ്ങളുടെ മകന്റെ തലയിൽ ഈ മീനാക്ഷിയെ കെട്ടിയേൽപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനി ചെറുക്കനോ? അതൊരു പുതിയ അറിവാണല്ലോ. അത് ഇവർക്കെല്ലാം പഴയ അറിവായിരുന്നു. ഈ നിൽക്കുന്ന വിൽസനാണ് ആ ചെറുപ്പക്കാരൻ. ഒരു ലോറി ഡ്രൈവറുടെ വെറും വാക്കാണെന്ന് കരുതി പുച്ഛിക്കരുത്. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ സാർ കല്യാണം കഴിക്കേണ്ടത്? അതിനിടയിൽ ജാതിയും മതവും പറഞ്ഞ് അവരെ വേർതിരിക്കുന്നത് ശരിയാണോ? ഈ വിൽസനെ മീനാക്ഷിക്ക് ഇഷ്ടാ, എനിക്കറിയാം. ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കണം സാർ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളൊക്കെ പിന്നിലുണ്ട് സാർ. കാമുകനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടി? ഞങ്ങൾ കുടുംബത്തിൽ പിറന്നോരാ. മണ്ഡപത്തിൽ നിന്ന് പോലീസും പട്ടാളോ ഇറക്കി വിടും മുമ്പ് ഞങ്ങളങ്ങ് പോവാ. നിങ്ങളെ ക്രിസ്ത്യാനെ കൊണ്ട് കെട്ടിക്കോ കെട്ടിക്കാതിരിക്കോ? എന്റെ മോൻ ഇങ്ങനെ ഒരു പെണ്ണിനെ വേണ്ട. വാടാ. നിൽക്കേ. എന്തിനാ? അതൊക്കെ പറയാം. കുടുംബത്തിൽ പിറന്ന ഈ ചെക്കനെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കിവനെ വേണം. എന്തിന്? എന്റെ പ്രമോഷൻ ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് ജീപ്പിൽ കയറി ആസ്ഥാനത്തേക്ക് പോകാം. വരൂ. ഞാൻ വരുന്നൊന്നുമില്ല. മിസ്റ്റർ തമ്പി എന്താ മറുപടി ഒന്നും പറയാത്തത്? ഞാനായിട്ട് എന്ത് പറയാൻ? നാട്ടുകാരും മൊത്തം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തോന്ന് വിളിക്കാൻ? നടക്കട്ടെ. കെട്ട് ഇവിടെ വെച്ച് വേണോ അതോ പള്ളിയിൽ വെച്ച് വേണോ? ഏതായാലും എല്ലാവരെയും വിളിച്ചു വരുത്തി. ഇനി ഇവിടെ വെച്ച് തന്നെ ആകാം. സദ്യയും വേസ്റ്റ് ആവില്ലല്ലോ. തീരുമാനിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 4-5 വർഷമായി ഞാനും വിൽസനും സ്നേഹത്തിലായിട്ട്. അതിലും ശരി, ഞാൻ വിൽസനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നതാ. എന്നെയും കൊണ്ട് തിരിച്ചു പോകാൻ ഗൾഫിൽ നിന്നെത്തിയ ഇദ്ദേഹം എനിക്ക് സംഭവിച്ച ട്രാജഡി കണ്ട് തെറ്റിദ്ധരിച്ചു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് വിൽസൺ എന്നോട് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ അതിന് തയ്യാറായില്ലെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി, എന്നെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിൽസന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന്. മടിക്കണ്ട, വാങ്ങിച്ചോളൂ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഡോക്ടർ തന്നെ തന്ന സർട്ടിഫിക്കറ്റ് ആയത്. ഈ വിൽസനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാ എന്റെ നിശ്ചയിച്ച ഈ കല്യാണം മുടക്കാൻ ഞാൻ ഈ ലോറി ഡ്രൈവറെ കരുവാക്കിയത്. അതിലേറെ തെറ്റിദ്ധരിച്ചത് ഈ പാവ മനുഷ്യനാണ്. വേണമെങ്കിൽ എന്റെ സെൽഫിഷ്നെസ് എന്ന് കരുതാം. പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കാനായിരുന്നില്ല ഒന്നും. നിങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി. വളരെ വൈകി മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഒരു ഭാഗത്ത് എന്റെ ജീവിതം വിലയ്ക്ക് വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ, ഹൃദയം തുറന്നു കാണിച്ചിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരാൾ. ഇവർക്കിടയിൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാനായി കഷ്ടപ്പെടുന്ന, സ്നേഹം പിടിച്ചു വാങ്ങാൻ അറിയാത്ത ഒരു സാധാരണക്കാരൻ. മീനാക്ഷിക്ക് ഈ ജന്മത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടുന്ന
എന്നെ മനസ്സിലാക്കിയ, എന്നെ സ്നേഹിച്ച ഈ നിൽക്കുന്ന ഈരാളി ബാലനോടൊപ്പമായിരിക്കും. ഞാൻ സ്നേഹിക്കുന്നവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്? വേണ്ട, ഞാനൊരു ലോറി ഡ്രൈവറാ, പാവപ്പെട്ടവനാ. മറുത്തു പറയരുത്. പറയില്ല. പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും. കാരണം അവ അത്രയ്ക്ക് കൊച്ചിനെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കല്യാണം ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് നടത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് ഞങ്ങൾ ലോറിത്തെരുവിൽ വെച്ച് വളരെ വിശാലമായിട്ട് കൊണ്ടുവരാൻ പോവാ. അവിടെ വെച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ ഞങ്ങളുടെ ബാലൻ താലി കെട്ടും. ഈ കല്യാണം ഒരു തകർപ്പൻ വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.